ഇക്ഷ്വാകു വംശത്തിൽപ്പെട്ട പ്രസിദ്ധനായിരിക്കുന്ന ഒരു രാജാവാണ് യുവനാശ്വൻ എന്ന രാജാവ്. സന്താനങ്ങളില്ലാതെ ദുഃഖിച്ച് ഉപവാസം മുതലായ കഠിനവ്രതങ്ങളെല്ലാം തന്നെ എടുത്ത് ക്ഷീണിച്ച അദ്ദേഹം ഒരു ദിവസം ഭൃഗു മഹർഷിയുടെ ആശ്രമത്തിൽ ചെന്ന് കയറിയെന്നാണ് പറയുന്നത്. ഭൃഗു മഹർഷി തൻ്റെ പുത്രന് പുത്രസൗഭാഗ്യമുണ്ടാകുവാൻ വേണ്ടി ദിവ്യമന്ത്രങ്ങളെല്ലാം തന്നെ ജപിച്ച് പുത്രൻ്റെ ഭാര്യയ്ക്ക് നൽകുവാൻ വേണ്ടിയിട്ട് കലശത്തിൽ സൂക്ഷിച്ചിരുന്ന ജലം ഈ രാജാവ് എടുത്തു കുടിച്ചു എന്നാണ്. അതായത് യുവനാശ്വൻ എന്ന രാജാവ് ഈ ജലം എടുത്തു കുടിച്ചു. ഈ വിവരമറിഞ്ഞ ഭൃഗു മഹർഷി ഓടിയെത്തിയെങ്കിൽ പോലും ഒന്നും ചെയ്യാൻ കഴിയാതെ നോക്കി നിൽക്കുവാനേ കഴിഞ്ഞുള്ളൂ. വിധിയെ തടുക്കാൻ ആർക്കും കഴിഞ്ഞില്ല. ആ രാജാവ് ഗർഭം ധരിച്ചു. വയറ് പിളർന്ന് ആൺകുഞ്ഞ് പുറത്തു വരികയും ചെയ്തു. കുഞ്ഞ് പുറത്തു വന്നതിന് ശേഷം മുല കുടിക്കുവാൻ വേണ്ടി ആ കുട്ടി കിടന്ന് കരയാൻ തുടങ്ങി. എന്ത് ചെയ്യാൻ സാധിക്കും? ആ സമയത്തിൽ ദേവേന്ദ്രൻ തൻ്റെ ചൂണ്ടാണി വിരല് വായിൽ വെച്ച് കൊടുത്തുകൊണ്ട് പറഞ്ഞു, മാം ദാസ്യതി എന്ന്, എന്നെ കുടിക്കുക എന്ന്. അതുകൊണ്ട് അവന് മാന്ധാതാവ് എന്ന പേരുണ്ടായി എന്നാണ് മഹാഭാരതത്തിലുള്ള കഥ.